ഭാഗ്യപരീക്ഷണം തേടിയാണല്ലേ നമ്മൾ എല്ലാവരും ലോട്ടറി എടുക്കാറുള്ളത്. ഇന്നടിക്കും നാളെ അടിക്കും എന്നൊക്കെ കരുതി എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്നവരുമുണ്ട്. കോഴിക്കോട് ലോട്ടറി വകുപ്പിന്റെ ഓഫീസിലും ക്ഷേമനിധി ഓഫീസിലും ഇരിക്കുന്ന ജീവനക്കാരും ഒരു ഭാഗ്യപരീക്ഷണമാണ് നടത്തുന്നത് കേട്ടോ. എന്താണ് ആ ഭാഗ്യപരീക്ഷണം എന്നല്ലേ? ഏത് നിമിഷവും തലയിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന കെട്ടിടത്തിനകത്താണ് ഇവരുടെ ജീവന്റെ ഭാഗ്യപരീക്ഷണം. സിനോജ് തോമസ് അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ വർഷം മാർച്ച് 1-നാണ് കോഴിക്കോട് കളക്ടറേറ്റിലെ സി ബ്ലോക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലെ ക്ഷേമനിധി ഓഫീസിന്റെ സീലിംഗ് അടർന്നു വീണത്. അന്ന് വലിയ വാർത്തയായതാണ്. ഒരു വർഷത്തിനിപ്പുറം ഒരു മാറ്റവുമില്ല. കൂടുതൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരിക്കുന്നു. കമ്പികളൊക്കെ തന്നെ തുരുമ്പെടുത്ത് പുറത്ത് കാണാം. നിരവധി ലോട്ടറി വിൽപ്പനക്കാരൊക്കെ തന്നെ ഇവിടെ വന്ന് ലോട്ടറി വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു ഓഫീസ് കൂടിയാണ്. അവരും ഭയപ്പെട്ടാണ് ഇവിടെ വരുന്നത്. അകത്ത് കയറാൻ പേടിയുണ്ടല്ലേ? അകത്ത് കയറാൻ പേടിയാണ്. ഭയം കാരണം അങ്ങോട്ട് ആരും കയറുന്നില്ല. കാരണം വെച്ചാൽ ലോട്ടറി എടുക്കാനും കയറുന്നില്ല, ക്ഷേമനിധിയിൽ പൈസ അടയ്ക്കാനും കയറുന്നില്ല. ഇപ്പം പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. മഴയാണേലും വെയിലാണെങ്കിലും വെയിലത്ത് നിന്നിട്ട് മഴയത്ത് നിന്നിട്ടാണ് അംശാദായം അടയ്ക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് എത്തി. എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചെയർമാൻ ഇവിടെ വന്ന് കാണുകയും ഡയറക്ടർ ഇവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തു. യാതൊരു നടപടികളും ഈ ഒരു വർഷമായിട്ട് ഉണ്ടാക്കില്ല. ആ ശുചിമുറിയുടെ അവസ്ഥ എന്തെങ്കിലും ആലോചിച്ച് സ്ത്രീകളും പിന്നെ ജനസടക്കം 35ഓളം ആൾക്കാർ ഈ ശുചിമുറി കയറുന്നതാണ്. വയറിങ് വളരെ മോശമാണ്. കാരണം വെച്ചാൽ പല പ്രാവശ്യമായിട്ട് ഇതിപ്പോൾ ഈ ഓഫീസ് എടുത്തതിന് ശേഷം, ഈ ബിൽഡിംഗ് എടുത്തതിന് ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്ക് വയറിങ് വേറെ സെപ്പറേറ്റ് ചെയ്തു പോകുകയെന്നല്ലാതെ പഴയ വയറിങ് മാറ്റുന്നില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും പ്രശ്നമാണ്. ഞങ്ങൾ INTC ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോകണം. ഇപ്രാവശ്യം ഞങ്ങൾ കളക്ടർക്ക് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുത്തു, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മെമ്മോറാണ്ടം കൊടുത്തു. ഈ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഫണ്ടില്ലാത്ത ഒരു പ്രസ്ഥാനമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. തീർച്ചയായിട്ടും. അതായത് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു വകുപ്പാണ് ഭാഗ്യക്കുറി വകുപ്പ്. ആ വകുപ്പിലാണ് ഒരു ഭാഗ്യപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.